ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ചെടികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പെരിവിങ്കിൾ, വിങ്ക റോസിയ, കഥറാന്തസ് റോസ്, അതുപോലെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ശവന്നാറി, നിത്യകല്യാണി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീട്ടിൽ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവാനും ഫുൾ ടൈം പൂക്കൾ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ വിങ്ക റോസിയ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കെയറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറയാം. വീഡിയോ കണ്ടു നോക്കാം. വിങ്ക റോസിയ പ്ലാന്റ് നമ്മുടെ പൂന്തോട്ടത്തിനെ മനോഹരമാക്കുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. എപ്പോഴും ഫുൾ ടൈം ഇതിൽ പൂക്കൾ തന്നെ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ലീവ്സിൻ്റെ ഒരു പ്രത്യേകതയും ഭയങ്കരം തന്നെയാണ്. നല്ല ഒരു ഷൈനി ഗ്രീൻ ലീവ്സാണ്, അതും ഒരു ഓവൽ ഷേപ്പോട് കൂടെ ഒരു വൈറ്റ് വെയിന് അതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഇലകളും പൂക്കളും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു പ്ലാന്റാണിത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള കെയറിങ്ങും ആവശ്യമില്ലാത്ത ഒരു അടിപൊളി പ്ലാന്റാണ്. ഞാൻ ഈ ഒരു പ്ലാന്റ് ഇവിടെ നട്ടുപിടിപ്പിച്ചത് ഇതിൻ്റെ ചെറിയൊരു കമ്പ് കൊണ്ടുവന്ന് വെച്ചായിരുന്നു. ആ കമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ കമ്പ് പിടിച്ചില്ല, അത് ഉണങ്ങിപ്പോവുകയും അതിലുണ്ടായിരുന്ന അതിൻ്റെ വിത്ത് പൊട്ടിത്തെറിച്ച് അവിടെ ഒരുപാട് തൈകൾ ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കമ്പിൽ തന്നെ ഇഷ്ടംപോലെ വിത്തുകൾ ഇതിലുണ്ടാവും. അപ്പോൾ അത് തന്നെ അത് പാകമായി കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് ഇതിൻ്റെ താഴെ ഒരുപാട് തൈകളുണ്ടാകും. അങ്ങനെ നമ്മൾ ആ തൈ അങ്ങ് അവിടെ തന്നെ ആ മണ്ണിൽ തൈ അങ്ങ് വളർന്ന് വന്ന് അവിടെ ഈ ഒരു അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതിന് ഇത്ര വരെ ആയിട്ട് പോലും ഒരു തരത്തിലുള്ള ഫെർട്ടിലൈസറും ഞാൻ അതിന് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നോർമലി ഇത് മണ്ണിൽ തന്നെ വെറുതെ വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ്. ഒരു തരത്തിലുള്ള കെയറിങ്ങിൻ്റെ ആവശ്യം ഇതിനില്ല. പിന്നെ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന ഭാഗമാണെങ്കിൽ 2 നേരം നനച്ചു കൊടുക്കുക. അതല്ല നോർമലി വെയിലുള്ള അടുത്താണെങ്കിൽ 1 നേരം നനച്ചാലും ധാരാളം. ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ നിൽക്കും. എപ്പോഴും പൂക്കളുണ്ട് കേട്ടോ, ഫുൾ ടൈം എല്ലാ സീസണിലും ഇതുപോലെ പൂക്കൾ വന്ന് നിൽക്കും. ഈ ഒരു തൈ ഇവിടെ പാകമായി വന്ന മുതൽ ഇതുവരെ എപ്പോഴും അതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിറയെ ഇലകളും പൂക്കളൊക്കെ ആയിട്ട് നിൽക്കണമെങ്കിൽ ഒരു മിതമായ രീതിയിൽ വെയിൽ ഭാഗത്ത് മാത്രം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര തന്നെ തിക്കായിട്ട് വരില്ല. കുറച്ച് കമ്പ് കൂടുതൽ നീളത്തിൽ നിന്നിട്ട് ഒരു കുറഞ്ഞ ഇലകളും കുറച്ച് പൂക്കളുമായിട്ട് നിൽക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു മിതമായി ഇവിടെ ഒരു മരത്തിൻ്റെ ഷെയ്ഡിലാണ് ഈ ഒരു തൈ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിറച്ച് ഇലയും നിറയെ പൂക്കളും ഉണ്ട്. അതിൻ്റെ ലീവ്സ് കണ്ടാൽ തന്നെ നമുക്കറിയാം, വല്ലാത്തൊരു ഭംഗിയുണ്ട് അല്ലേ. നല്ലൊരു ഡാർക്ക് ഷൈനി ഗ്രീൻ ലീവ്സാണ്. പിന്നെ അതിൽ ആ ഒരു പിങ്ക് റോസ് കളറിലൊക്കെ വരുന്ന ആ ഫ്ലവേഴ്സും കൂടി ആകുമ്പോൾ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് അതിന്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് 2 രീതിയിൽ നടത്താം. ഇതിൽ കണ്ടില്ലേ നിങ്ങൾ വിത്ത് സീഡ്സ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് മൂത്ത് പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ കളറിലേക്ക് വരും. അപ്പോൾ ഇത് യെല്ലോ കളർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പൊട്ടിത്തെറിച്ച് പോകാറുണ്ട്. അപ്പോൾ നന്നായിട്ട് മൂപ്പാകുന്നതിന് മുന്നേ നമ്മൾ ആ സീഡ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് വിത്തുകൾ കളക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കത് കുറച്ച് മണ്ണ് മിക്സ് ചെയ്തിട്ട് അതല്ലെങ്കിൽ എവിടെയെങ്കിലും ജസ്റ്റ് അതൊന്ന് വിതറി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് പുതിയ തൈകൾ അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ല ഈ ഒരു പ്ലാന്റിൻ്റെ താഴെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ അവിടെ തന്നെ മുളച്ച് നിൽക്കുന്നതും കാണാം. പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ കമ്പ് മുറിച്ചിട്ടും പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെറും നോർമലി മണ്ണിൽ മാത്രം, മറ്റ് ഒരു മിക്സിങ്ങും ചേർക്കാതെ വെറും മണ്ണിൽ മാത്രം ഇതിൻ്റെ കമ്പ് മുറിച്ചിട്ട് അത് കുത്തി വയ്ക്കാം. പിന്നെ എന്തെങ്കിലും റൂട്ടിങ് ഹോർമോൺ വെച്ചിട്ട് കുത്തി വെക്കുകയാണെങ്കിൽ ആ കമ്പ് കുഴിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് വേര് പിടിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നിട്ടൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ പെട്ടെന്ന് നമുക്ക് സീഡ്സ് വെച്ചിട്ടാണ് പുതിയ പ്ലാന്റ് ഒന്ന് ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. ചില സമയത്ത് കമ്പ് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് പ്ലാന്റ് ചെയ്തെടുക്കാൻ സാധിക്കും.
ഈ ഒരു പ്ലാന്റ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ 2-3-4 കളേഴ്സ്. ഇപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ സെൻറ്ററിലൊരു വൈറ്റ് ഡോട്ട് വരുന്നതുണ്ട്, പ്ലെയിൻ പിങ്കിൽ വരുന്നതുണ്ട്, ഒന്നുകൂടെ ലൈറ്റ് റോസ് കളറിലേക്ക് വരുന്നതുണ്ട്. അതുപോലെ നോർമലി നമ്മൾ എല്ലായിടത്തും കാണുന്ന ഈ ഒരു കളറിൽ വരുന്ന ഒരു പ്ലാന്റ് കൂടെ ഉണ്ട്. അതുപോലെ വൈറ്റിൽ റെഡ് ഡോട്ട് സെൻറ്ററിൽ വരുന്നതുണ്ട്, റെഡ് കളറിൽ വരുന്നതുണ്ട്. ഇങ്ങനെ ഒരുപാട് കളേഴ്സ് ഇന്നിത് ലഭ്യമാണ്. അപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ നമുക്കിതിൻ്റെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. നന്നായിട്ട് ഫ്ലവറിങ് ചെയ്യുന്ന നല്ലൊരു പ്ലാന്റാണിത്. പിന്നെ ഇതൊരു ഔഷധ സസ്യം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കാം. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ഒരു കെയറിങ്ങും കൂടാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ശവന്നാറി പ്ലാന്റ്. ഈ ശവന്നാറി എന്ന് ഇതിനൊരു പേര് കിട്ടിയത് ഈ ഒരു ചെടിക്ക് ഇതിൻ്റെ ഫ്ലവറിനും അതല്ലെങ്കിൽ ഇതിൻ്റെ ലീവ്സിനൊക്കെ ഒരുമാതിരി ഒരു സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതിന് ആ ഒരു പേര്, ശവന്നാറി എന്നുള്ളൊരു പേര് അതിന് വന്നതെന്ന് തോന്നുന്നു. പിന്നെ നിത്യകല്യാണി എന്ന പേര് കൂടെ ഉണ്ട്. ഫുൾ ടൈം ഇതിൽ ഫ്ലവർ ഉള്ളതുകൊണ്ടാണ് ആ ഒരു പേരും കൂടെ ഇതിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിങ്കാറോസിയ പ്ലാന്റ് നമ്മുടെയൊക്കെ ഗാർഡനിൽ ഫുൾ ടൈം പൂക്കൾ വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റാണ്. എല്ലാവരുടെയും ഗാർഡനിൽ ഈ ഒരു പ്ലാന്റിനെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, കമൻറ്റുകൾ അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഗാർഡൻ റിലേറ്റ് ചെയ്ത എന്ത് ഡൗട്ടുകളും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗാർഡൻ റിലേറ്റ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു വെൽ. താങ്ക് യു.